ഹലോ ഹായ് എല്ലാവരും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വീഡിയോയുടെ ഇൻട്രോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണം. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ഒരു ടെക്സ്ചർ വർക്കാണ്. വീടിൻ്റെ കോണിയുടെ താഴെയുള്ള വാഷ് ബേസിൻ്റെ ആ ഫ്രെയിമിലാണ് ഈ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ളത്. വളരെ ചിലവ് കുറച്ച് ചെയ്തിട്ടുള്ള കാരണം വളരെ ഭംഗിയായിട്ടും തോന്നി. അപ്പോൾ നിങ്ങളായിട്ട് വീഡിയോ ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യണത്. വീടിൻ്റെ ഉൾഭാഗത്താണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇത് എത്ര കാലം വേണമെങ്കിലും ഇത് ഈട് നിൽക്കുന്നതാണ്. സാധാരണ നമ്മുടെ വീടിനൊക്കെ അടിക്കുന്ന പെയിൻറ്റും അതുപോലെ വാൾപുട്ടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഏകദേശം 100 രൂപയിൽ താഴെ മാത്രമാണ് ഇതിനൊരു കോസ്റ്റ് വന്നിട്ടുള്ളത്. എന്നും സാധാരണക്കാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോസ് മാത്രമാണ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പ്രൊഫഷണൽസിൻ്റെ അത്രയും വരില്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമുക്കും സമയം അതുപോലെ കാര്യങ്ങളെല്ലാം നമുക്ക് ഒത്തു വന്നു കഴിഞ്ഞാൽ വളരെ ചിലവ് കുറച്ച് നമുക്ക് ഇതുപോലെ നമുക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അത് എത്തിച്ചേരാനായിട്ട് സഹായകരമാകും. സമയങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വാൾപുട്ടി. ഇത് JK സിമെൻറ്റ് കമ്പനിയുടെ ഒരു പുട്ടിയാണിത്. അപ്പോൾ ഇതിന് 40 രൂപയാണ് ഒരു കിലോയ്ക്ക് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗം പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അത്രയും ഭാഗം ആ ഫ്രെയിം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അടിച്ചിട്ടുള്ള ആ ഒരു പെയിൻറ്റ്, ആ കറുത്ത പെയിൻറ്റിൽ തന്നെയാണ് ഈ വാൾപുട്ടി ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മിക്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വേറെ വെള്ളമോ കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടില്ല. ഈ ഒരു പുട്ടിയിൽ ആ പെയിൻറ്റ് മാത്രമാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ പെയിൻറ്റും അതുപോലെ ആ പുട്ടിയും നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പേസ്റ്റിൽ മുക്കിയിട്ട് എല്ലായിടത്തും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്കിതിനകത്ത് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്കിതിനകത്ത് ചെയ്യാം. ഇപ്പോൾ ഞാനിതൊരു സിമ്പിളായിട്ട് ഞാനൊരു ഡിസൈൻ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ അടുത്തായി ചെയ്യുമ്പോൾ നല്ല ഡിസൈനൊക്കെ നോക്കി ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പുട്ടി അപ്ലൈ ചെയ്യുന്ന വർക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആയിട്ട് കിട്ടണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഷെയ്ഡിങ് കളറെല്ലാം നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു 3-4 മണിക്കൂർ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു 4 മണിക്കൂറിന് ശേഷമുള്ളൊരു അവസ്ഥയാണിത്. നമ്മളുടെ പുട്ടി ഏകദേശം കുറേ ഭാഗങ്ങളിലൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് ഭാഗത്താണ് ഇനി ഡ്രൈ ആവാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഡിസൈനിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ കുറച്ച് ഭാഗങ്ങളിലും കൂടി ഉണങ്ങാനുണ്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പെയിൻറ്റ്. ഇത് നിയോൺ ഗ്രീൻ കളറാണ്. ഇത് ഏത് പ്രതലത്തിൽ വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ലൈറ്റ് കളറാണ്, നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കളറാണ് വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് വേണമെങ്കിൽ അടിക്കാം. ഇനിയിപ്പോൾ നല്ല ഡാർക്ക് കളറാണ് നമുക്ക് കിട്ടണമെങ്കിൽ വെള്ളം ചേർക്കാതെ നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. 15 ml ബോട്ടിലാണിത്. ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു 20 രൂപയ്ക്ക് വില വരുന്നുള്ളൂ. അതിന് സ്റ്റേഷനറി കടയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഞാൻ ഇതുപോലെ ഒരു റോളർ ബ്രഷ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് PVC പൈപ്പിനകത്ത് തുണി കീറി ചുറ്റി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രതലത്തിൽ നമ്മൾ ഈ പെയിൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് നിരന്തരം എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും ടേക്ക് കെയർ. ബൈ.